എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയും ഇന്നുമായിട്ടുള്ള മഴയിൽ നമ്മുടെ വീടും പരിസരങ്ങളും അവിടങ്ങളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. നമ്മുടെ മുറ്റം വരെയാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത് കേട്ടോ. രണ്ട് വശത്തായിട്ട് മുങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പേടിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്ത് നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിലോട്ട് മാറണം എന്ന ലെവലിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് താമസിക്കുന്നവർ സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ബന്ധു വീട്ടിലോട്ട് മാറാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളും മാറാനായിട്ട് പോവാണ്. അപ്പോൾ വെള്ളം കുറയേണ്ട ലക്ഷണങ്ങളൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മംഗൾ ഡാം ഉരുൾപൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1-2 അവിടെ ഉരുൾപൊട്ടലും കൂടി ചെയ്തിട്ടുള്ളതുകൊണ്ട് വെള്ളം ഇപ്പോൾ കുറയുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ പകൽ സമയം ആയതുകൊണ്ട് തന്നെ നോക്കാം എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ ഒരു സമയം ഉച്ച കഴിയുമ്പോഴേക്കും വെള്ളം ഏത് രീതിയിൽ എത്തും നോക്കട്ടെ എന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കാനും പറ്റില്ല. വെള്ളം കയറിയതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ ഞങ്ങളും വെള്ളം ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ മഴയത്ത് ഒരുപാട് നാശനഷ്ടങ്ങളും അതേപോലെ തന്നെ വെള്ളം കയറിയിട്ടുള്ള വീടുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആരും അങ്ങനെ നിൽക്കരുത്. പറ്റാവുന്നവരൊക്കെ ക്യാമ്പിലോട്ട് അതേപോലെ തന്നെ ബന്ധുവീട്ടിലോട്ടൊക്കെ മാറാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആളുടെ ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ താഴ്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ താഴെ പാടമാണ്, നല്ല താഴ്ചയുണ്ട്. അപ്പോൾ നമ്മളെ ഈക്വലായി നമ്മുടെ ഗേറ്റിന് ഈക്വലായിട്ട് തന്നെ നമ്മുടെ ഇതിൽ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പേടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും തന്നെ കേട്ടോ. ഇത്രയും ഹൈറ്റിലാണ്, ആവറേജ് 1.5-2 ആളുടെ ഹൈറ്റാണ് ഇപ്പോൾ ഇത് താഴ്വശം കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ പേടിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മാറും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഇതെടുത്തത് തന്നെ കേട്ടോ. അതുകൊണ്ട് അത്രയ്ക്ക് ഇതില്ല. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി നമ്മുടെ വീടിൻ്റെ ഈ അവസ്ഥ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ. നമ്മളത് നായ്ക്കുട്ടികളൊക്കെ ഉള്ളിലോട്ട് കയറ്റിയത് തറവാട് വീടിൻ്റെ 2 സ്റ്റെപ്പ് ഇതാ ഈക്വലായി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു സ്റ്റെപ്പ് മൂടി രണ്ടാമത്തെ സ്റ്റെപ്പിന് അടുത്തെത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. വെള്ളം എന്താ ഇതാണ് അവസ്ഥ കേട്ടോ ഇപ്പോഴത്തെ. എല്ലാവരുടെയും നാശനഷ്ടങ്ങളാണെന്ന് ഞാൻ വാർത്തയിലൊക്കെ കണ്ടിരുന്നു. ഒരുപാട് വിഷമകരമായിട്ടുള്ള വീഡിയോസുകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ആർക്കൊന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പം നമ്മുടെ ഇപ്പുറത്ത് താമസിക്കുന്ന നമ്മുടെ കവിത ചേച്ചി കാർത്തു അവരൊക്കെ അതായത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയെ പേടിച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞാൽ മഴയല്ല മൊത്തത്തിൽ വെള്ളം കയറി വരാൻ തുടങ്ങിയല്ലോ. അപ്പോൾ പേടിച്ചിട്ട് അവർ മെല്ലെ ഇറങ്ങുകയാണ്. സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് എന്നുകൊണ്ട് അവർ മെല്ലെ പോവുകയാണ് കേട്ടോ. അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടാണ് അവർ പോകുന്നത്. ഞാനും അതേപോലെ തന്നെ കുറച്ച് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും വെച്ചിട്ടാണ് ഞാനും പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് കഴിയില്ല. എല്ലാവർക്കും ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണത്.